ഹായ് കൂട്ടുകാരെ, എന്തൊക്കെ എല്ലാവരും വർത്താനം. ഇന്ന് നമ്മൾ ഈന്തം പിടിയായിട്ടാണ് വന്നത് കേട്ടോ. ഈ ഈന്തം പിടി ഇതേപോലെ നല്ലോണം വാട്ടിക്കുഴച്ച് ചെറിയ പിടിയാക്കി ഇങ്ങനെ നീട്ടിക്കാണ്ട് ഉരുട്ടി വിരലുകൊണ്ട് അമർത്തി കൊടുക്കുക. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. ഇത് ഈന്തിൻ്റെ പൊടിയാണ്, തരിച്ചെടുത്തത്. ഈന്തം പൊടിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് തോതിലാണ് വെള്ളം വെച്ചത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്ക്ക് പൊടിയാണ് എടുത്തത്. അതിനുള്ള അതേപോലെ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെച്ച വെള്ളം, 1 ഗ്ലാസ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം. അത് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വാട്ടിക്കുഴച്ച് നല്ലോണം ഇങ്ങനെ കുത്തിയാണ് ഉടച്ചാൽ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ വാട്ടുന്ന മാതിരി തന്നെയാണ്. കുഴക്കാനൊരു എളുപ്പമുണ്ടാവും. നല്ലോണം വാട്ടണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. പത്തിരി പൊടി ഉണ്ടാക്കണമായിരിക്കും തന്നെ. ഈന്ത് ഇവിടെ ഉണ്ടായിരുന്നല്ല കേട്ടോ. മരോള വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് പൊടിച്ച പൊടി. ഞാൻ ഈ പൊടി 3 ഓരിയാക്കീന്. ഈ ഉണ്ടാക്കുന്നത് ഇപ്പോൾ 2 പേരേക്കുള്ളതാണ്. വലിയ മോളോടക്കും ഞങ്ങൾക്കുള്ളതാണ്. ഇനി 2 മക്കളൊക്കെ വിരുന്ന് പോയിക്കണം. ഓല് വന്നിട്ട് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഇനി അതുപോലെ ഉരുട്ടിക്കാണ്ട് പിടി ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടിയാണ് കുഴച്ചുകാണ്ട് പിടിയാക്കുക. ഇതിക്കുള്ള ഇറച്ചിയൊക്കെ ഇവിടെ അടുപ്പത്തായിക്കിട്ടുണ്ട് കേട്ടോ. അത് വെന്ത് ഒരുവിധമായിട്ടാണ് ഞാൻ ഈ പൊടി വാട്ടിയത്. ഈ പിടിയിലേക്കുള്ള അരപ്പാണ് കേട്ടോ ഇത്. തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, നല്ല ജീരകം, ചെറിയ ജീരകം, ഇത് കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം അരിയൊന്നും വേണ്ട, ഒരു പിരിപിരിങ്ങനെ കൂട്ടാനൊക്കെ അരക്കണ ഒരരവ്. അങ്ങനെ പിടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ച് ഈ പിടി നല്ലോണം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. നല്ലോണം വെള്ളം തിളച്ചതിൻ്റെ ശേഷം പിടി ഉണ്ടാക്കി വെച്ച പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിടി വെന്ത് കഴിഞ്ഞാൽ എല്ലാം മുകളിലേക്ക് പൊന്തി വരും. ഒക്കെ പൊന്തി മുകളിലേക്ക് വരും. അപ്പോഴാണ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടോ. ഈ വേവായാലേ എല്ലാം മുകളിലേക്ക് ഇങ്ങോട്ട് പൊന്തി വരും. ഒന്ന് മെല്ലെ കയ്യിൽ കളവുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് കൊല്ലത്തിലൊരിക്കലെങ്കിലും തിന്നേണ്ട ഒരു സാധനമാണ്. നല്ലോണം വേവിക്കും വേണം കേട്ടോ. അല്ലെങ്കിൽ പണ്ടൊക്കെ കട്ടുണ്ടാവും ഈ സാധനത്തിന് അനുസരിച്ച് കട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം വേവിച്ച് തിളപ്പിച്ച് ഊറ്റണം. ഇങ്ങനെ പൊങ്ങി വരൽ തുടങ്ങി കേട്ടോ. ഇനി ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കുക. ഒടിഞ്ഞൊന്നും പോവില്ല. നല്ലോണം ചുഗല് വാട്ടിക്കുഴച്ചാൽ കലങ്ങിയൊന്നും പോവില്ല. വാട്ടലും കുഴക്കലും പയച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും കിട്ടൂല, ഒക്കെ കലങ്ങും. ഈ സാധനം വാങ്ങുമ്പോൾ നല്ല വിലയാണ്. പൊടിയൊക്കെ പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതൊന്നും ഇപ്പോൾ ഒറിജിനൽ ഈന്തിൻ്റെ പൊടി കിട്ടൂല. ഇതൊക്കെ മരത്തുമെന്ന് പറിച്ചുണക്കി പൊടിച്ച് കൊണ്ടുവന്ന പൊടിയാണ്. അപ്പം എല്ലാം ഊറ്റി പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടോ. വെള്ളം പൊടിയൊക്കെ വാട്ടിയതും വെള്ളം ആ പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചതും ആ വെള്ളം മാറ്റിയാണ്ട് അതിക്ക് തന്നെയാണ് ഇതിട്ട് കൊടുക്കണത്. കുറച്ചല്ലേ ഉള്ളൂ വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കണത്. തേങ്ങ കരച്ചേക്ക് പാർന്ന് ഒന്ന് മിക്സിൻ്റെ ജാറൊന്ന് വരട്ടി പാർന്ന വെള്ളം പാർന്നിട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറഞ്ഞ വെള്ളത്തിൽ വരട്ടി വെച്ച ബീഫുണ്ട്. ഉണക്കി വരട്ടിയതല്ല, കുറഞ്ഞ വെള്ളത്തിൽ കുറച്ചൊരു നീര് കൊടുക്കനെ വേവിച്ച് വെച്ചിട്ടാണ് ഇറച്ചി. അത് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈന്തം പൊടി ഇങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പം നമുക്കെല്ലാം മനസ്സിലായില്ലേ. കിട്ടെങ്കിലോ അല്ലെങ്കിൽ എവിടുന്നെങ്കിൽ കിട്ടിയെങ്കിലോ വാങ്ങിയെങ്കിലോ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇത് നല്ല രസമാണ് കേട്ടോ തിന്നാൻ. എത്ര തിന്നാലും മടുക്കൂല. ഒരു കൊല്ലത്തിലൊരിക്കലെങ്കിലും തിന്നേണ്ടതുമാണ്. അപ്പം ഇതിലേക്ക് കുറച്ച് അരപ്പൊക്കെ ചേർത്തപ്പോഴേ കുറച്ച്
ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ പൊടി വാട്ടിയപ്പോഴും ഉപ്പിട്ടിന് വെള്ളത്തിൽ വാട്ടി കഴിച്ചപ്പം പത്തിരിപ്പൊടിയൊക്കെ വാട്ടണമായിരിക്കും ഉപ്പിടൂല, അതേപോലെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വറവിട, ചുവന്നുള്ളി അരിഞ്ഞ് വേണ്ട. വെള്ളത്തിൽ കുറച്ച് ഉപ്പാണ് ഇട്ടെടുത്ത്, ഇനി വെള്ളം ഇല്ലെങ്കിൽ അതരച്ച് ഞാൻ തിളപ്പിച്ച് ഊറ്റാൻ വെച്ച വെള്ളത്തിന് ഒരിത്തിരി ഉപ്പ് ഇട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. നമ്മൾ കഴിക്കാൻ എന്താണ് എൻ്റെ ടേസ്റ്റ് അറിയാം, നല്ലൊരു മണം മണക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായി കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. മക്കളെ, അപ്പോൾ ഉള്ളത് കൊണ്ട് എല്ലാവരും തൊള്ളയിലും വലിയ മോളെ പേരവിടെ എടുക്കാം. ഇതൊക്കെ കുറച്ച് കൊണ്ടേ കൊടുക്കട്ടെ. പിന്നെ ഇവിടെ വിരുന്ന് പോയവർക്കൊക്കെ ഉള്ള പൊടി ഇവിടെ തങ്കരിച്ചു, അതിനോട് വന്നിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുക. ഒരു മോള് ഇവിടെ ഉണ്ട്, ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പൊളിപ്പിളൊന്നും വരില്ല, അതുകൊണ്ട് ഇപ്പം നിർബന്ധമായി ഇന്ന് കുറച്ചുണ്ടാക്കി.